ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മേത്തി ഇലയുടെ സബ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. മേത്തി ഇല നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി യൂസ്ഫുള്ളാണ്. ഇത് കൊളസ്ട്രോളും ഡയബറ്റീസും മാത്രമല്ല, മറ്റ് പല രോഗങ്ങളും നിയന്ത്രിക്കാൻ ഏറ്റവും യൂസ്ഫുള്ളായ ഒരു ഇലയാണ്. സോ ഈ സബ്ജി പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഞാനിവിടെ എടുത്തേക്കുന്നത് മേത്തി ഒരു കട്ടി മൊത്തം മേത്തിയുണ്ട്. അതിൻ്റെ സ്റ്റെം എല്ലാം കളഞ്ഞ് ഇതൊരു 5 മിനിറ്റ് നമുക്ക് മഞ്ഞളിട്ട വെള്ളത്തിൽ ഒന്ന് വെക്കണം. അതിൻ്റെ വിഷാംശമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയായിട്ട്. എന്നിട്ട് അത് നല്ല വൃത്തിക്ക് ഒന്ന് കറുകി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം പോകാനായിട്ട് സ്ട്രെയിനറിൽ ഇങ്ങനെ ഒന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ നല്ലോണം വെള്ളം പോയി കിട്ടി അങ്ങനെ വൃത്തിയാക്കി എടുത്തേക്കുന്ന മേത്തിയാണിത്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു സവാള വലിയ ഉള്ളി, അത് ഇതുപോലെ ഞാൻ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, നല്ല തിന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു 4 അല്ലി വെളുത്തുള്ളി, അത് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പൊട്ടാറ്റോ, ഉരുളൻകിഴങ്ങ് ഞാൻ ഒരെണ്ണം, അതും ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. സോ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത്. ഇതിനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു ഞുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒനിയൻ ഒന്ന് സ്ലൈറ്റ്ലി ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് അതിൻ്റെ ഒരു കളർ കൊണ്ട് മാറി കിട്ടിയാൽ മാത്രം മതി. ഈ മഞ്ഞളുടെയൊക്കെ പച്ചമണവും അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാറി കിട്ടിയാൽ മാത്രം മതി. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ചെറിയതായിട്ട് അരിഞ്ഞുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ചിട്ടിട്ട് മേത്തി കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ബാച്ചസ് ആയിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് അടിച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. 5 മിനിറ്റ് മതി നമുക്ക് നമ്മുടെ മേത്തിയുടെ തോരൻ റെഡിയാവാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനി അടിച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. സോ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. സോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മേത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഏറ്റവും നല്ല ഒരു സൈഡ് ഡിഷ്. അപ്പം മേത്തിയുടെ ബണ്ടിൽ കിട്ടുവാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യുക. എല്ലാത്തിനും ഏറ്റവും വിറ്റാമിൻ കൂടുതലുള്ള ഒരു സൈഡ് ഡിഷ് ഇത്. പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. ഷുവറായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതും എനേബിൾ ചെയ്യണം. എന്നാലേ പുതിയ വീഡിയോസിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.